ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവർക്കും വീക്ക്ലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ ഇത് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിലാണ്. നിഫ്റ്റി ഇപ്പോൾ പ്യൂർലി ബുള്ളിഷ് ആണ്. എന്നെ സംബന്ധിച്ചോളം നിഫ്റ്റി ബുള്ളിഷ് ആണ്. സോ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോൾ ഇപ്പം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. സോ ഇതൊരു ഫുള്ളി ബുള്ളിഷ് അല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ബുള്ളിഷ് ആണ്. ലാസ്റ്റ് ഇങ്ങനത്തെ ക്യാൻഡിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഈ ഒരു മുകളിൽ ഗ്യാപ്പ് അപ്പ് ആവണമെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ മോസ്റ്റ്ലി ഇതൊരു മുകളിലോട്ട് തന്നെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ വീക്കിൽ. സോ ഇത് നിഫ്റ്റി ഇവിടെ ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ബുള്ളിഷ് ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് സൈഡിലോട്ട് ട്രേഡ് എടുക്കാം. ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് നിങ്ങൾക്കറിയാം ഇന്ത്യ US ട്രേഡ് ഡീൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ US ട്രേഡ് ഡീൽ വന്നപ്പോൾ ഒരു വളരെ തൗസൻഡ് പോയിന്റ്സിന് അടുപ്പിച്ചൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. 4% അടുപ്പിച്ചൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സഡൻ ആയിട്ട് ഒരു ഫോൾ ഉണ്ടായി. ബട്ട് ഒരു ആ ഒരു ഫസ്റ്റ് ഡേ ഉള്ള ഫോളോ ഉള്ളു. പിന്നെ ഒരു ഓൾമോസ്റ്റ് കൺസോൾട്ടേഷൻ പോലെ ആയിരുന്നു. ലാസ്റ്റ് ഡേ ഫ്രൈഡേ ഒരു ഹൈലി വോളറ്റൈൽ ഡേ ആയിരുന്നു. 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയിരുന്നു. താഴോട്ട് വന്നു, ഒരു റിവേഴ്സൽ എടുത്തു, പിന്നെയും താഴോട്ട് വന്നു, റിവേഴ്സൽ എടുത്തു, ഇതിന്റെ ഹൈ ടച്ച് ചെയ്തു, പിന്നെയും താഴോട്ട് വന്നു, പിന്നെയും റിവേഴ്സലായിരുന്നു. ഒരു സിക്സ് ആക്ക് മൂവ്മെന്റ്, ഹൈലി വോളറ്റൈൽ ഡേ ആയിരുന്നു ഫ്രൈഡേ. സോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം ഇതൊരു ഇവിടെയുള്ള റെസിസ്റ്റൻസ് ഒക്കെ വീക്ക് റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് ഇതിന് താഴെ വരികയാണെങ്കിൽ ദെൻ ഇവിടെ നിന്നൊരു ബുള്ളിഷ് ഈ ഒരു താഴെ വന്നിട്ട് ഇവിടെ ഒരു ബുള്ളിഷ് പാറ്റേൺ വന്നാൽ പോലും നിങ്ങൾക്ക് മുകളിലോട്ട് എടുക്കാം. അല്ല, നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലാണ് ഫോർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റിവേഴ്സൽ ട്രേഡ്, ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത് നിങ്ങൾക്ക് മുകളിലോട്ടുള്ള ട്രേഡ് എടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വീക്ക് എൻഡ് വരെ ഹോൾഡ് ചെയ്യാം. ടാർഗറ്റ് 26,300 മേളിൽ വരെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ ഞാൻ പറയുന്നത്? ഇവിടെ നിന്നൊരു പൊസിഷണൽ ട്രേഡ് നിങ്ങൾക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊസിഷണൽ ട്രേഡ് ഹോൾഡ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും വീക്ക്ലി ക്യാൻഡിൽ നോക്കാം. ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷ് ആണ്. സോ മുകളിലോട്ടുള്ള ട്രേഡ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫർദർ നമുക്ക് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ടുള്ള ട്രേഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു നെഗറ്റീവ് ട്രേഡ് ഒന്നും ഇതിൽ ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നില്ല. ഡെയിലി ക്യാൻഡിലും കൂടെ ഒന്ന് നോക്കാം. ഡെയിലി ക്യാൻഡിൽ ഒരു 20 EMA അടുപ്പിച്ച് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ക്യാൻഡിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ക്യാൻഡിലൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. സഡൻ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു സിമ്പിൾ ആണ്. മാർക്കറ്റിനൊരു ടെമ്പറി ഒരു ബോട്ടം ഔട്ട് ആയതുപോലെ തന്നെ തോന്നുന്നുണ്ട്. നമ്മൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒത്തിരി നാളായിട്ട് പറയുന്നുണ്ട് ഒരു ടെമ്പറി, ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാത്തപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി ഒരു ടെമ്പറി ബോട്ടം ഫോം ആയിട്ടുണ്ട്. സോ ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു ടെമ്പറി ബോട്ടം ആയിട്ട് റിവേഴ്സൽ ഇവിടെ നിന്ന് ഫോം ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒത്തിരി ഡൗൺ ആണ്. ഓൾ ടൈം ഹൈ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ 18,000 19,000 എന്നൊക്കെ ഒത്തിരി ഡൗൺ ആണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പും ഒരു റിവേഴ്സലിനുള്ള സിമ്പൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിൻ ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ടാർഗറ്റ് ഇതുവരെ ആയിരുന്നു 60, ഇതുവരെ ഉണ്ടായിരുന്നു ടാർഗറ്റ്. ബട്ട് അത് ഇവിടെ നിന്ന് റിവേഴ്സലായി. ഇന്ന് അതിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓൾമോസ്റ്റ് 1 ഡേ കഴിഞ്ഞിട്ട് അത് ഹിറ്റായി. കൺസോൾട്ടേഷൻ ആയിരുന്നു പ്യൂർലി. സോ അത് ഹിറ്റായി. ഇപ്പോൾ നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പുൾ ഒരു ഇതുപോലെ വരുന്നുണ്ട്, ഒരു ബുള്ളിഷ് പാറ്റേൺ പോലെ വരുന്നുണ്ട്. ബട്ട് ഇതൊരു എനിക്കിത് ബുള്ളിഷ് ഇന്ന് ക്ലോസിനനുസരിച്ചിരിക്കും, നമുക്ക് നോക്കാം. ബട്ട് ഇതിന്റെ താഴെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ 68,000 താഴെ ക്യാൻഡിൽ നിങ്ങൾക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം. ടാർഗറ്റ് നിങ്ങൾക്ക് 65,000 അടുപ്പിച്ച് നിങ്ങൾക്ക് വയ്ക്കാം. ഓക്കെ, വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽ ഒരു പ്യൂർലി ഹാമർ ടൈപ്പ് ക്യാൻഡിലാണ്. ഇത് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ഏരിയ സപ്പോർട്ട് ഏരിയ ആണ് വീക്കിലി. സോ അവിടെ നിന്ന് ഒരു ഇതുണ്ടായി, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ
ബട്ട് ഇതൊരു റിവേഴ്സൽ, സഡൻ റിവേഴ്സൽ പോലെ പോകത്തില്ല. കുറച്ചും താഴോട്ട് വന്നിട്ട് ഇവിടെ ഒരു കൺസോളിഡേറ്റ് പോകത്തുള്ളൂ. സോ നിങ്ങൾക്ക് താഴോട്ടുള്ള ട്രേഡ് ഇനിയും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 60,000 ഫർദർ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, വിത്തിൻ വീക്സ് നിങ്ങൾക്ക് ഫർദർ താഴോട്ടുള്ള ട്രേഡ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവും മുകളിലോട്ട് പോകണമെങ്കിൽ. പിന്നെ കൺസോളിഡേറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, സോ ഇതെല്ലാമാണ് ഇതെല്ലാമാണ് ഗൈസ് വീക്ക്ലി അനാലിസിലുള്ള. നാളെ പുതിയൊരു ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്കായിട്ട് വരാം. താങ്ക്സ് ഗൈസ്.